എന്താന്ന് വെച്ചാ ഇത്രയും കാലം നമ്മുടെ കൂടെ കൂടിയിരുന്ന ശാപങ്ങള് അവരെന്നേക്കുമായി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിന്ന് അർത്ഥം. എന്ന് വെച്ചാ ഒരു പ്രാവശ്യം ആ ഭാര്യയും ഭർത്താവും ഈ വീടിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോയിന്ന് വിചാരിച്ചോ, പിന്നെ ഒരു കാരണവശാലും അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. ഇനിയൊന്നും ചോദിക്കണ്ട. അവരുടെ ചാപ്റ്റർ അവസാനിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതല്ലടാ, ഈ സമയത്ത് എങ്ങനെയാ? അയ്യോ പാവം, മകൻ മരിച്ച വേദനയില് എന്തായാലും രണ്ടുപേരും കാശി അല്ലെങ്കിൽ കൈലാസം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലേ ചേച്ചി? നന്ദീശ, സമാധാനായിട്ടിരിക്കും. നമ്മൾ ഇത്രയെല്ലാം ശ്രമിച്ച് തൃശ്ശൂരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? പക്ഷെ അത് സാധിച്ചില്ല. എന്താണെന്നറിയോ, ആ പാമ്പിന്റെ വിഷം വളരെ വീര്യമുള്ളതായിരുന്നു. അവൻ നമ്മളോട്ട് പോയല്ലോ. എന്താ ഇതൊക്കെ? കുറച്ചു മുമ്പ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന അവന്, പക്ഷെ ഇപ്പോഴോ നമുക്ക് അവൻ നഷ്ടമായില്ല. ഡാഡ്, ഐ കാൻ ബിലീവ് ദിസ് ഡാഡ്. അങ്കിൾ 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 എന്തെങ്കിലും ഒന്ന് ചെയ്യ് പ്ലീസ്. അങ്കിൾ തൃശ്ശൂരിലൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. അങ്കിൾ പ്ലീസ്, അങ്കിൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അങ്കിൾ പ്ലീസ്. അങ്കിൾ ത്രിവിക്രം, സമാധാനായിട്ടിരിക്കുക. കൺട്രോൾ യുവർസെൽഫ്. ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? തൃശ്ശൂർ നിനക്കറിയില്ലേ? എന്റെ മോനെ തിരിച്ചുതരാൻ പറ. എന്റെ മോനെ തിരിച്ചു താ. നമ്മുടെ മകൻ നമ്മളെ വിട്ട് എന്നേക്കുമായിട്ട് പോയി കളഞ്ഞല്ലോ. സോറി മാഡം. വിജയ്, ഇത് പാമ്പുകടിയേറ്റ് മരിച്ച കേസായതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്താ പറഞ്ഞേ? പോസ്റ്റ്മോർട്ടം ചെയ്യണോ? എന്റെ മകനൊരു പോറൽ പോലും ഉണ്ടാവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവനെ നിങ്ങൾക്ക് വെട്ടിക്കീറണോ? അവന്റെ ദേഹത്തങ്ങനെ കൈവച്ച. അവൻ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല മുതലാളി. ഞാൻ സമ്മതിക്കില്ല, എനിക്കത് കാണാൻ പറ്റില്ല. ദിഗ്വിജയ്, പ്രൊസീജിയർ എല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ പോലീസ് കേസും മറ്റുമൊക്കെ ആയിട്ട് വെറുതെ കോംപ്ലിക്കേഷൻ ആവും. എനിക്കറിയാടാ, എന്നാലും അവൻ എനിക്ക് എന്റെ മകനെ പോലെ ആയിരുന്നില്ലടാ. ഞങ്ങളെല്ലാവരും വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തന്നെ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാടാ. അപ്പൊ പിന്നെ നന്ദീശന്റെ കാര്യം പറയണം. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ സമാധാനമായിക്കോളും. അപ്പം നമുക്ക് പ്രൊസീജിയർ ഒക്കെ നടത്താം. പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഹലോ, അതെയോ? സത്യമായിട്ടും? ശരി, ഓക്കെ. ചേച്ചി,
ഒന്ന് ഓടിച്ചാടി വാ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ. എന്താടാ, എന്തു പറ്റി? അത് ഒരു മിനിറ്റ്. ഇതാദ്യം കഴിക്കേ ചേച്ചി. ഇനി ഞാൻ കാര്യം പറയാം. ആ ചെറുക്കൻ തൃശ്ശൂലില്ലേ, അവനങ്ങ് തട്ടിപ്പോയി ചേച്ചി. അവനങ്ങ് മുകളിലോട്ട് കെട്ടിയെടുത്തെന്ന്. വിസ നേരത്തെ കിട്ടി അവന്. തൃശ്ശൂല് ഇനി വരില്ല. ഏയ്, ഇതിൽ പരം സന്തോഷം ഇനി കേൾക്കാനുണ്ടാ? എന്താടാ ഇതൊക്കെ? ഒരു മരണവിവരം അറിഞ്ഞിട്ടാണോ നീ എനിക്ക് കഴിക്കാൻ സ്വീറ്റ്സ് ഒക്കെ തന്നത്? നോക്ക്, അവർ നമ്മുടെ പരിസരത്ത് വേണ്ട, ഈ വീട്ടിലേക്ക് വരികയും വേണ്ട, എവിടേക്കെങ്കിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ചതൊക്കെ സത്യമാണ്. പക്ഷേ അവൻ മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അറിയാം. കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇനി ബാക്കിയുള്ളതേ 2 തലവേദന മാത്രമാണല്ലോ. അതിൽ സന്തോഷിക്കുന്നേ. പക്ഷേ ഇപ്പൊ എന്റെ സന്തോഷം എന്തിനാണെന്ന് അറിയാമോ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവം ചെയ്തതിനാണ്. ചേച്ചി, പാമ്പ് കടിച്ച മുക്തി കിട്ടോ എന്തോ. എനിക്കും അത് തന്നെ അറിയേണ്ടത്. ഏയ് മതി, നിർത്ത്. എന്റെ മകനെ ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ലടാ. അവര് പാവങ്ങളല്ലേ ഗോവിന്ദ. ഓമനിച്ച് വളർത്തിയ മകൻ പെട്ടെന്ന് വിട്ടുപോയാ അതൊരിക്കലും താങ്ങാൻ കഴിയില്ല ഗോവിന്ദ. അയ്യോ അയ്യോ അയ്യോ, എന്താണ് ചേച്ചി ഇത്? ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ ഒരു നേരത്ത് ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ചുകൊണ്ടിരുന്ന് എന്റെ ഉള്ള മൂടും കൂടി കളയുന്നത് എന്തിനാ? അവന്റെ കുഞ്ഞുനാള് മുതലേ നമ്മുടെ കൺമുമ്പിലല്ലേ ഓടിക്കളിച്ച് വളർന്നത്. മരിച്ചുപോയവരെ കുറിച്ച് ദോഷം പറയുന്നത് നല്ലതല്ല ഗോവിന്ദ. എനിക്കെന്തോ അവൻ മരിച്ചു എന്നങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇല്ല, ഞാൻ കാരണം തൃശ്ശൂലിന്റെ മരണം സംഭവിക്കാൻ പാടില്ല. ഞാനതിന് സമ്മതിക്കില്ല. നിൽക്ക് ശിവാനി, നീ എന്തായി ചെയ്യാൻ പോകുന്നത്? എന്നെ വിട് നീലി, എനിക്ക് തൃശ്ശൂലിനെ രക്ഷിക്കണം. നിന്റെ വിഷത്തിന്റെ വീര്യം കാരണം ഈ നേരം അവൻ പൂർണ്ണമായും മരിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നീ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇല്ല നീലി, അവന്റെ ജീവൻ ഞാൻ തിരിച്ചു നൽകും. എങ്ങനെ? അവന്റെ ശരീരത്തിലേറ്റ വിഷം ഞാൻ തിരിച്ചെടുക്കും. അപ്പോൾ അവൻ ജീവിക്കില്ലേ? അവൻ തിരിച്ചു വരില്ലേ? നാഗലോകം പകർന്നു തന്ന ആ ശക്തി എനിക്കുണ്ട് നീലി. ശിവാനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോണ്ട. നമ്മൾ വന്ന കാര്യം മറന്ന് മറ്റൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കണ്ട. തെറ്റ് പറ്റിയത് എനിക്കാണ് നീലി. എനിക്കത് തിരുത്തിയേ മതിയാകും. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. നോക്കൂ, നീ പ്രയോഗിച്ച വിഷം തിരിച്ചെടുത്ത് അവന് ജീവൻ നൽകുക എന്ന കാര്യം അത്ര എളുപ്പമുള്ളതല്ല. അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷം തിരിച്ചെടുക്കുന്ന കാര്യം സാധ്യമല്ല. അത് നിനക്കറിയില്ലേ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. തൃശ്ശൂരിലൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ പോണം. നീ ഇങ്ങനെ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ശരി, നിന്റെ ഇഷ്ടം. പൊയ്ക്കോ, പ്രശ്നമില്ല. പക്ഷേ നീ ഈ രൂപത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല. അറിയാം ഏത് രൂപത്തിലാണ് പോവേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
അമ്മ കൊച്ചു മുതലാളി. അമ്മ ഇരിക്കും. അമ്മ അമ്മ വിഷമിക്കില്ല അമ്മ, പ്ലീസ്. എന്റെ പൊന്നു മോൻ എന്നെ വിട്ടു പോയല്ലോ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ നോക്കി വളർത്തിയതായി എന്നെ വിട്ടു പോയല്ലോ. ഇങ്ങനെ കരയില്ല അമ്മ. തൃശ്ശൂരിൽ എനിക്ക് എന്റെ കൂടപ്പറപ്പ് പോലെയായിരുന്നു. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ തൃശ്ശൂർ എന്ന പേഷ്യന്റ് എവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്? ഇവിടെ ഇല്ല, മോർച്ചറിലേക്ക് കൊണ്ടുപോയി. എന്താ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാത്തെ? ഈ ബോഡിയുടെ അവകാശികൾ ആരും വന്നിട്ടില്ല ഡോക്ടർ. ഇയാളുടെ ബന്ധുക്കളിൽ നിന്നും സൈനൊക്കെ വാങ്ങിച്ചല്ലേ? ശരി. എക്സ്ക്യൂസ് മീ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിനോടൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാൻ സാമ്പശിവനങ്ങൾ എന്നെ പറഞ്ഞു വിട്ടതാ. ഓക്കെ. എന്നോട് ക്ഷമിക്കൂ തൃശൂൽ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ കാരണം നിനക്ക് നിന്റെ ജീവൻ നഷ്ടമായില്ലേ? എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ കൊന്നു കളഞ്ഞില്ലേ? ഇല്ല, ഈ പാപം എന്നെ ഒടുക്കം വരെ വേട്ടയാടും. എന്തെങ്കിലും ചെയ്ത് ഞാൻ നിന്നെ ജീവിപ്പിക്കും തൃശൂൽ. ഞാൻ നിനക്ക് ജീവൻ തിരിച്ചു തരും.
ഡോക്ടർ പോസ്റ്റ്മോർട്ടം എപ്പോഴാ ചെയ്യുന്നത്? നിങ്ങളല്ലേ ചെയ്യേണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞോ? അതെ, മോർച്ചറിയിലേക്ക് നിങ്ങളല്ലേ വന്നത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്നും കുറച്ച് സമയത്തിന് ശേഷം ചെയ്യാമെന്ന് സാംബശിവൻ സാറ് പറഞ്ഞെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാണും. സാറിനൊന്ന് കാണട്ടെ, എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഞാൻ എപ്പോഴാ മോർച്ചറിയിലേക്ക് പോയത്? ആന്റി എന്താ ചെയ്യുന്നത്? എനിക്ക് എന്റെ മകൻ എന്നെ വിട്ടുപോയെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവും ആന്റി. പക്ഷെ ആന്റി ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. അറിയാം മോനെ, പക്ഷെ വേറെന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? പുറത്തേക്ക് ഇറങ്ങ. സിസ്റ്റർ, ആന്റിക്ക് കുറച്ച് സമയം കൊടുക്കണം. ആന്റി വല്ലാത്തൊരു അവസ്ഥയില്ല. പ്ലീസ്. ഇതെന്തെടുത്തിട്ടാട്ടോ ശിവാനി? എനിക്കിത് സഹിക്കാനാവുന്നില്ല നീലി. എനിക്ക് തൃശ്ശൂരിൽ ജീവിപ്പിച്ചേ മതിയാകും. എന്ത് സംഭവിച്ചു ഇപ്പോ? ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവനൊന്നും അനങ്ങുന്ന പോലുമില്ല. ശിവാനി, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലെന്ന് നിനക്കറിയാലോ. മഹാദേവന് മാത്രമേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നല്ലേ? പക്ഷെ ഇതിനെല്ലാം കാരണം ഞാനല്ലേ. എനിക്ക് ശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? നോക്കൂ ശിവാനി, അവന്റെ ആത്മാവ് ദേഹം വിടിഞ്ഞ് പുറത്തു കടന്ന ശേഷം അതിനെ വീണ്ടെടുക്കുക എന്നത് സാധ്യമേ അല്ല. നിന്റെ പ്രയത്നം വിഫലമാണ്. ഇപ്പോൾ തന്നെ അവിടെ നിന്നും പോവുക. ഗുരുദേവൻ പറഞ്ഞില്ലേ, നമ്മളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ശിവാനി. നമ്മൾ ഇവിടെ നിന്നാൽ പ്രശ്നമാവും. തൃശൂൽ മരിച്ചെന്ന് ഉറപ്പായില്ലേ? നടക്ക്, നമുക്ക് ഇവിടുന്ന് പോവാം. ശിവാനി ഒന്ന് വാ. ശിവാനി വാ, പോവാം.